മടങ്ങി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതരമായ ആരോപണം തുടർന്ന് PV അൻവർ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണ്. പി ശശിക്ക് വേറെ അജണ്ടയുണ്ടെന്നും മുന്നണിയിലെ പ്രതിസന്ധിയിലാക്കിയ ശശി സർക്കാരിനെ മാനക്കേടിലെത്തിച്ചതായും ഗുരുതര ആരോപണം അൻവർ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് അൻവർ ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് എന്നതും പ്രസക്തമാണ്. തൃശൂർ പൂരം കലക്കിയതല്ല, ADGP കലക്കിച്ചതാണെന്ന് അൻവർ ആരോപിച്ചു. സോളാർ കേസ് അജിത് കുമാർ പണം വാങ്ങി അട്ടിമറിച്ചു. കൈക്കൂലി പണം കൊണ്ട് അജിത് കുമാർ തിരുവനന്തപുരം പട്ടത്ത് ഫ്ളാറ്റ് വാങ്ങി. അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതായും പോലീസ് ഓഫീസർമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും അൻവർ പറയുന്നു. മുഖ്യമന്ത്രി എന്തിന് പ്രതിരോധത്തിലാകണമെന്നും അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ലെന്നുമാണ് അൻവറുടെ പ്രതികരണം. അൻവറിലേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് അനുമോദ്, ഈ അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപം ഗുരുതരമാണ്. അത് മുമ്പും അങ്ങനെയാണ്. ഇപ്പം ADGPക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല, പി ശശിക്കെതിരായ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ പശ്ചാത്തലം അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. അതിനു മുമ്പാണ് അൻവർ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നതാണ്. എന്തായിരുന്നു ഇന്നത്തെ അൻവറിന്റെ നീക്കം? സജിത്ത്, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ 11 മണിക്ക് കാണും എന്ന അറിയിപ്പ് കിട്ടിയിരുന്നു. അതിനു മുൻപ് 9 മണിയോടെ അൻവർ മാധ്യമങ്ങളെ കണ്ട് തന്റെ ഭാഗം, താൻ നൽകിയ പരാതികളുടെ ആധികാരികത ഉറപ്പിക്കുന്നതിന്റെ ചില തെളിവുകൾ കൂടി പുറത്തുവിടുകയായിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും ADGP അജിത് കുമാറിനെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. ADGP അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയായിരുന്നു. അദ്ദേഹം പട്ടത്ത് വീട് വാങ്ങി അത് ആഴ്ചകൾക്കുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ച് വിൽക്കുന്ന ഇതിന്റെ രേഖകൾ അദ്ദേഹം പുറത്തുവിട്ടു. ഇത് സംബന്ധിച്ചുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ ക്രമക്കേടും അദ്ദേഹം പുറത്തുവിട്ടു. ഇത്തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം അനധികൃതമായിട്ട് പലയിടത്തും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതായും വാങ്ങുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അങ്ങനെ ഒന്നിൽ കൂടുതൽ കെട്ടിടങ്ങൾ സ്വന്തം പേരിൽ നിർമ്മിക്കണമെങ്കിൽ അതിന് അനുമതി വാങ്ങേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അജിത് കുമാർ നടത്തിയ അനധികൃത വിദേശ യാത്രകളുടെ വിശദാംശങ്ങൾ താൻ തേടുകയാണെന്നും അദ്ദേഹം സിംഗപ്പൂരിലേക്കാണ് എന്ന് പറഞ്ഞ് യാത്രാനുമതി വാങ്ങി ദുബായിലേക്ക് പോവുകയും മാമി കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഗൂഢാലോചനകൾ നടത്തിയെന്നും മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ ADGPക്ക് പങ്കുണ്ടെന്നും മാമി അജിത് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അൻവർ ആരോപിച്ചു. അതേസമയം പി ശശിക്കെതിരെയും അദ്ദേഹം തന്റെ മുൻപേ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കുറെ കൂടി ശക്തമായി തന്നെ വിമർശനമായിട്ട്. അതാണ് സാഹചര്യം. അനുമോദ, ഞാൻ അനുമോദിലേക്ക് മടങ്ങി വരാം. ഈ ഇന്നത്തെ അൻവറിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും മുഖ്യം MR അജിത് കുമാർ പട്ടത്ത് വീണ്ടും 33 ലക്ഷത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ അത് 65 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു. അങ്ങനെ ഗുരുതരമായ ഒരു ആക്ഷേപം, സാമ്പത്തിക തിരിമറി ആക്ഷേപം ഉന്നയിക്കുന്നു. അത് സോളാർ ഇടപാട് ഒത്തുതീർപ്പാക്കിയതിന് ലഭിച്ച പ്രതിഫലമായിരുന്നു തുടങ്ങിയ വലിയ ആക്ഷേപം ഉന്നയിക്കപ്പെടുകയാണ്. ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ആക്ഷേപങ്ങൾ ഉയരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. VV അരുൺ ചേരുന്നു. അരുൺ നിൽക്കുന്ന എവിടെയാണ്? പട്ടത്തെ ഫ്ളാറ്റ് നമുക്ക് കണ്ടെത്താനായിട്ടുണ്ടോ? യെസ്, ഗുരുതരമായ ആക്ഷേപമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത്. MR അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന ആക്ഷേപം നേരത്തെ തന്നെ നേരിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ MR അജിത് കുമാർ ഇതിന് പുറമെയാണ് ഇത്തരമൊരു നീക്കം കൂടി ഉണ്ടാവുന്നത്. 55 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെടുന്നത്. അനുമോദ്, ഈ സാമ്പത്തിക ക്രമക്കേടിന് പിന്നിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഈ ആക്ഷേപം ഉണ്ടാവുന്നത്. നേരത്തെ കവടിയാറിലെ ഒരു ഫ്ളാറ്റ് വിവാദം അൻവർ ഉന്നയിക്കപ്പെടുകയും അതന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ പട്ടത്തെ ഫ്ളാറ്റിന്റെ ഇടപാടുകൾ. അതിന്റെ രജിസ്ട്രേഷൻ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ രേഖകളിൽ വളരെ വ്യക്തമാണ്, അതിൽ കൃത്യമായി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റേത് ആണ് എന്ന കാര്യം ഉണ്ട്. അതായത് MR അജിത് കുമാർ അദ്ദേഹം വാങ്ങിയതാണ് എന്ന കാര്യം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭൂമിയുടെ കൈമാറ്റ രേഖകളാണ് ഈ ഫ്ലാറ്റിലുള്ളത്. സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ നടപടികളുടെ ഭാഗമായുള്ള
രേഖകളാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ കാണുന്നതാണ് അജിത് കുമാർ വാങ്ങിയ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഇത്തരമൊരു, അതായത് കോണ്ടൂർ ഫ്ലാറ്റാണ് 6B, കോണ്ടൂർ 6-ലെ B1 എന്ന ഫ്ലാറ്റാണ് അജിത് കുമാർ വാങ്ങിയത് എന്നതാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. PV അൻവറാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയും തലസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന ആക്ഷേപം നേരിടുന്നുണ്ട് അൻവർ. ഈ MR അജിത് കുമാർ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഫ്ലാറ്റിലും കൂടെ പണം നിക്ഷേപിച്ചു, അത് മറിച്ചു വിറ്റു എന്ന ആക്ഷേപം ഉണ്ടാവുന്നത്. 10 ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ ലാഭത്തിന് മറിച്ചു വിറ്റു. അങ്ങനെയെങ്കിൽ ഇത് എന്തിന് വിറ്റു, ഇത് എന്തിനാണ് ഈ പണമിടപാട് നടന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത്. വീണ്ടും വലിയ ആക്ഷേപം നേരിടുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ എന്നതാണ് സാഹചര്യം. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ ഫ്ലാറ്റ് ഇടപാട് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇടപാട് നടന്നു എന്ന് അൻവർ ആരോപിക്കുന്ന ആ ഫ്ലാറ്റിന്റെ ദൃശ്യങ്ങളാണ്. ഒപ്പം അതിന്റെ കൈമാറ്റ രേഖകളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചിട്ടുണ്ട്.